ഇമാജിൻ ദിസ്, ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുത്തു. 5 മിനിറ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തേക്കാം എന്നായി പിന്നെ. പക്ഷേ പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ അതാ 1 മണിക്കൂറാണ് കഴിഞ്ഞു പോയത്. നിങ്ങൾ എടുത്തു വെച്ച ചായ തണുത്തു പോയിട്ടുണ്ട്. ചെയ്യാൻ കരുതിയിരുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനൊക്കെ പുറമെ നിങ്ങൾ ഇത്രയും നേരം കണ്ടതിൻ്റെ പകുതി നിങ്ങൾക്ക് ഓർമ്മ പോലും കിട്ടുന്നില്ല. ഈ സിറ്റുവേഷൻ നല്ല പരിചയം ഉണ്ടാവും അല്ലേ? ദിസ് ഈസ് ദ സൈലന്റ് തീഫ് ഓഫ് അവർ ജനറേഷൻ, എൻഡ്ലെസ് സ്ക്രോളിംഗ്. And if you don't stop it now, it can quietly destroy your time, your focus, and even your happiness. നമ്മളുടെ കയ്യിലെ തള്ളവിരലിന് ഒരു റെസ്റ്റും കിട്ടാത്ത കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്നത് പോലെ തന്നെ ഒരു നാച്ചുറൽ പ്രോസസ്സായി സ്ക്രോളിംഗ് ഇന്ന് മാറിയിട്ടുണ്ട്. എവിടെയെങ്കിലും ക്യൂ നിൽക്കുകയാണോ എന്നാ സ്ക്രോളിംഗ്, വെറുതെ കിടക്കുകയാണോ എന്നാ സ്ക്രോളിംഗ്, ഇനി പഠിക്കാനോ വർക്ക് ചെയ്യാനോ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനോ ഇരിക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മളുടെ കൈ ഓട്ടോമാറ്റിക്കലി ഫോണിലേക്ക് നീളും. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ഹാംഫുള്ളായ ഒന്നായിട്ട് സ്ക്രോളിംഗ് നമുക്ക് തോന്നില്ല. അല്ലെങ്കിൽ കുറച്ച് നേരം സോഷ്യൽ മീഡിയ ഒന്ന് ചെക്ക് ചെയ്താലോ ഏതെങ്കിലും കുറച്ച് വീഡിയോസ് കണ്ടാലൊക്കെ എന്താണ് പ്രശ്നം അല്ലേ? ബട്ട് ദ ട്രൂത്ത് ഈസ് ദിസ്: എൻഡ്ലെസ് സ്ക്രോളിംഗ് ഈസ് നോട്ട് ജസ്റ്റ് എ സ്മോൾ ഡിസ്ട്രാക്ഷൻ, ഇറ്റ്സ് എ ക്ലെവർലി ഡിസൈൻഡ് ട്രാപ്പ്. വളരെ ബുദ്ധിപൂർവ്വം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രാപ്പാണിത്. ആൻഡ് ഇതിനു വേണ്ടി നിങ്ങൾ ബലി കൊടുക്കുന്നത് നിങ്ങളുടെ കോൺസെൻട്രേഷനാണ്, ഫോക്കസ്. നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്തിടത്തോളം കാലം ഈ ഒരു ഒറ്റ ശീലം മതി നിങ്ങളുടെ ജീവിതം നശിക്കാനായിട്ട്. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുമ്പോഴേക്ക് ഒരുപാട് വൈകിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് സ്ക്രോളിംഗ് ഇത്രയ്ക്ക് അഡിക്റ്റീവായി തോന്നുന്നത്? The design of modern apps is not an accident, it's a science. സോഷ്യൽ മീഡിയ കമ്പനീസ് സൈക്കോളജിസ്റ്റിനെയും ന്യൂറോ സയൻറ്റിസ്റ്റിനെയും എഞ്ചിനീയേഴ്സിനെയും ഒക്കെ എംപ്ലോയ് ചെയ്ത് നമ്മളെ പിടിച്ചു നിർത്താൻ ആവശ്യമായത് എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തി അതിനനുസരിച്ചാണ് ഓരോ ആപ്ലിക്കേഷൻസും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡു യു നോ ഹൗ ഇറ്റ് വർക്ക്സ്? നമ്മൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ ഒരിക്കലും അതിൻ്റെ അറ്റം കാണില്ല. ഇറ്റ് ഈസ് എൻഡ്ലെസ്. ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു TV ഷോ പോലെ സ്ക്രോളിങ്ങിന് ഒരു നാച്ചുറൽ സ്റ്റോപ്പിംഗ് പോയിന്റ് ഇല്ല. Your brain keeps expecting the next reward. സ്ക്രോളിംഗ് ഒരു സ്ലോട്ട് മെഷീൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ വളരെ എക്സൈറ്റിംഗ് ആയ കോണ്ടന്റ് കാണും, ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ആ അൺപ്രെഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ, ദാറ്റ്സ് വാട്ട് കീപ്സ് യു ഹുക്ഡ്. പിന്നെ നമുക്ക് ലഭിക്കുന്ന ഓരോ ലൈക്കും കമൻറ്റും നമ്മൾ എൻജോയ് ചെയ്യുന്ന ഫണ്ണി വീഡിയോസും ഡോപ്പമീനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അതെ, ദ ഫീൽ ഗുഡ് കെമിക്കലായ ഡോപ്പമീൻ തന്നെ. പക്ഷേ ഈ ഡോപ്പമീൻ സ്ട്രൈക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. സോ വി കീപ് സ്ക്രോളിംഗ് ഫോർ മോർ. നമ്മൾ പിന്നെയും ഇത് കിട്ടാനായിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ ഇതിൽ ഹോൾഡ് ഓൺ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് പേഴ്സണലൈസ്ഡ് ഫീഡ്സ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയുന്ന ഒരാളുണ്ട്, ദി അൽഗോരിതംസ്. നിങ്ങളുടെ വീക്ക്നെസ്സസ് അനുസരിച്ചുള്ള കോണ്ടൻറ്റ്സ് എൻഡ്ലെസ് ആയിട്ട് അൽഗോരിതംസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. ആൻഡ് ഇറ്റ് കീപ്സ് യു ഗ്ലൂഡ് ലോങ്ങർ. ഈ ഒരു കോമ്പിനേഷൻ വളരെ പവർഫുള്ളാണ്, അറ്റ് ദ സെയിം ടൈം ഡേഞ്ചറസ് ടു. നമ്മളാണ് നമുക്ക് വേണ്ട കോണ്ടൻറ്റ്സ് ചൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നും, ബട്ട് ഇൻ റിയാലിറ്റി ദി ആപ്സ് ആർ ചൂസിങ് ഫോർ യു. എൻഡ്ലെസ് സ്ക്രോളിംഗ് ഉണ്ടാക്കുന്ന ഡാമേജസിന് ആളുകൾ വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് വേസ്റ്റഡ് ടൈം, ഇറ്റ്സ് അബൌട്ട് വാട്ട് യു ആർ ലൂസിങ് ഇൻസ്റ്റെഡ്. ഒരു മനുഷ്യൻ ശരാശരി 3 മുതൽ 4 മണിക്കൂറാണ് ഫോണിൽ സ്ക്രോൾ ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു വർഷം 1000-ലധികം മണിക്കൂർ. നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കേണ്ടിയിരുന്ന, വർക്കൗട്ട് ചെയ്യേണ്ടിയിരുന്ന, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കേണ്ടിയിരുന്ന 1000-ഓളം മണിക്കൂർ. അത്രയും സമയം നമ്മൾ നമ്മളുടെ ഡ്രീമിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാവും? ദെൻ ഡിസ്ട്രോയിഡ് ഫോക്കസ്. സ്ക്രോളിംഗ് കാരണം നമ്മളുടെ ബ്രെയിൻ തുടർച്ചയായിട്ട് സ്റ്റിമുലേഷന് വേണ്ടി ക്രേവ് ചെയ്യും. ഷോർട്ട് വീഡിയോസ്, ക്വിക്ക് അപ്ഡേറ്റ്സ്, ഫ്ലാഷി ഹെഡ്ലൈൻസ്, ഇവയെല്ലാം പഠിത്തം, എഴുത്ത്, പ്രോബ്ലം സോൾവിങ് തുടങ്ങി ഡീപ്പ് വർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിനും വേണ്ട കോൺസെൻട്രേഷൻ തകർത്ത് കളയും. നമ്മൾ സ്ക്രോൾ ചെയ്യുന്നിടത്തോളം നമ്മളുടെ കോൺസെൻട്രേഷൻ ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. കമ്പാരിസൺ ആൻഡ് ഇൻസെക്യൂരിറ്റി. നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിലെ ഹൈലൈറ്റ്സ് ആണ് സോഷ്യൽ മീഡിയ നമുക്ക് കാണിച്ചു തരിക. അവരുടെ വെക്കേഷൻസ്, സക്സസ്, ഹാപ്പിനെസ്, എല്ലാത്തിൻ്റെയും പെർഫെക്റ്റ് പിക്ചേഴ്സ്. നമ്മളതെല്ലാം നമ്മളുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യും. ഓൾ അവർ സ്ട്രഗിൾസ് ടു സംവൺ എൽസസ് ക്യൂറേറ്റഡ് ഫീഡ്. ഈ കമ്പാരിസൺ പതിയെ നമ്മളിൽ ഇൻസെക്യൂരിറ്റിയും ജലസിയും ഡിസ്സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. സ്ലീപ്പ് ഡിസ്റപ്ഷൻ. ഒരു 10 മിനിറ്റ് കൂടി നോക്കാം എന്ന് കരുതിയിട്ട് എത്ര രാത്രികളാണ് നമ്മൾ ലേറ്റായിട്ട് ഉറങ്ങിയിട്ടുള്ളത്. സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് നമ്മളുടെ സ്ലീപ്പ് സൈക്കിൾ ഡിസ്റപ്റ്റ് ചെയ്യും. മാത്രമല്ല അത് കാരണം ഉണ്ടാകുന്ന ഓവർ സ്റ്റിമുലേഷൻ നമുക്കൊരു റെസ്റ്റ്ലെസ് ഫീലിംഗ് ഉണ്ടാക്കുകയും ചെയ്യും. അത് കാരണം നമുക്ക് കിട്ടുന്നതോ പുവർ സ്ലീപ്പ്, ലോ എനർജി ആൻഡ് എ ഫോഗി ബ്രെയിൻ ഫോർ ദ നെക്സ്റ്റ് ഡേ. മെൻ്റൽ ഹെൽത്ത് ഡിക്ലൈൻ. അമിതമായ സ്ക്രോളിംഗ് ആൻസൈറ്റി, ഡിപ്രഷൻ, ലോൺലിനെസ് തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ദ മോർ ടൈം യു സ്പെൻഡ് ഓൺലൈൻ, ദ ലെസ് ടൈം യു സ്പെൻഡ് ഇൻ റിയൽ വേൾഡ് കോൺവെർസേഷൻസ്, എക്സ്പീരിയൻസസ് ആൻഡ് മീനിങ് ഫുൾ കണക്ഷൻസ്.
നിങ്ങൾ ഒരു സ്ക്രോളിംഗ് അഡിക്റ്റ് ആണോ അല്ലയോ എന്ന് ഡൗട്ടാണോ? ദെൻ ഹിയർ ആർ സം റെഡ് ഫ്ലാഗ്സ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് നോക്കാം. 1. എഴുന്നേറ്റ ഉടനെ തന്നെ ഫോൺ ചെക്ക് ചെയ്യുക. 2. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സമയം പോകുന്നത് അറിയാതിരിക്കുക. 3. ഭക്ഷണം കഴിക്കുന്ന സമയത്തും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഈവൻ TV കാണുമ്പോൾ പോലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. 4. ഫോൺ അടുത്തില്ലാത്തപ്പോൾ ഒരു പരവേശം തോന്നുക. 5. ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തല്ലോ എന്നോർത്ത് റിഗ്രറ്റ് ചെയ്യും, പക്ഷേ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ് എന്നുണ്ടെങ്കിൽ ദെൻ യു ആർ നോട്ട് അലോൺ. മിക്കവാറും ആളുകളും ഈ ഒരു ലൂപ്പിൽ കുടുങ്ങി കിടക്കുകയാണ്. ബട്ട് ദി ഗുഡ് ന്യൂസ് ഈസ് യു ക്യാൻ ബ്രേക്ക് ഫ്രീ. സ്ക്രോളിംഗ് ഹാബിറ്റ് നിർത്തുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഫോൺ ഒഴിവാക്കുക എന്നൊന്നുമല്ല. ഇറ്റ്സ് അബൌട്ട് ടേക്കിംഗ് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ അറ്റൻഷൻ ആൻഡ് ടൈം. അതിന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1. അവെയർനെസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു റിയൽ റീസൺ ഇല്ലാതെ എത്ര തവണ നിങ്ങൾ ഫോൺ എടുക്കുന്നുണ്ട് എന്ന് നോട്ടീസ് ചെയ്യാം. അവെയർനെസ് ഉണ്ടാക്കുക. അവെയർനെസ് എലോൺ ക്യാൻ ഹെൽപ്പ് യു പോസ് ബിഫോർ യു ഡൈവ് ഇൻ ടു ദ ഫീഡ്. നമ്പർ 2. സെറ്റ് ക്ലിയർ ബൗണ്ടറീസ്. സ്ക്രീൻ ടൈം ലിമിറ്റോ അല്ലെങ്കിൽ ബ്ലോക്കിംഗ് ആപ്സോ യൂസ് ചെയ്യുക. അത്തരത്തിലുള്ള ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് മാത്രം ഒരു ടൈം സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ സമയത്തേക്ക് മാത്രം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക. 3. മേക്ക് ഇറ്റ് ലെസ് കൺവീനിയൻറ്റ്. നിങ്ങൾ എക്സസ് ആയിട്ട് സ്ക്രോൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഹോം സ്ക്രീനിൽ നിന്ന് മാറ്റുക. മാത്രമല്ല ഓരോ തവണ അവ യൂസ് ചെയ്ത് കഴിയുമ്പോഴും ലോഗ് ഔട്ട് ചെയ്യാനും ശ്രമിക്കുക. ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമ്പോൾ നമ്മൾ അവ യൂസ് ചെയ്യാനുള്ള സാധ്യതയും കുറയാൻ തുടങ്ങും. നമ്പർ 4. റീപ്ലേസ് ദ ഹാബിറ്റ്. സ്ക്രോൾ ചെയ്യാൻ തോന്നുമ്പോൾ അത് മറ്റെന്തെങ്കിലുമായിട്ട് റീപ്ലേസ് ചെയ്യുക. ലൈക്ക് റീഡിങ് എ ബുക്ക്, ജേർണലിംഗ്, സ്ട്രെച്ചിങ് ഓർ ഈവൻ ഡ്രിങ്കിങ് വാട്ടർ. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പോകെ നമ്മുടെ ബ്രെയിന് ഈ ഹെൽത്തിയർ ഹാബിറ്റ്സിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യാൻ തുടങ്ങും. നമ്പർ 5. ആസ്ക് ദി ഇൻറ്റൻഷണൽ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ആപ്പ് തുറക്കാൻ പോകുമ്പോൾ സ്വയം ചോദിക്കുക, വൈ ആം ഐ ഡൂയിങ് ദിസ്? എന്തിനാണ് ഞാനിപ്പോൾ ഈ ആപ്പ് എടുക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ബോർഡം, ലോൺലിനെസ്, പ്രോക്രാസ്റ്റിനേഷൻ എന്നൊക്കെയാണെങ്കിൽ ദെൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും സ്ക്രോളിംഗ് അതിനൊരു പരിഹാരം അല്ല. സോ ചൂസ് ആൻ ഇൻറ്റൻഷണൽ ആക്ഷൻ ഇൻസ്റ്റെഡ്. ബോറടി മാറ്റാനായിട്ട് നല്ലതെന്തെങ്കിലും കണ്ടെത്തുക. ആൻഡ് നമ്പർ 6. പ്രാക്ടീസ് ദ 5-minute റൂൾ. ഇത് പലരും പരീക്ഷിച്ച് പരാജയപ്പെട്ടൊരു കാര്യമാകും. എന്നാലും ലെറ്റ്സ് ട്രൈ അഗെയിൻ ബട്ട് വിത്ത് എ ഡിഫറൻസ്. ഞാൻ ഒരു 5 മിനിറ്റ് മാത്രമേ ഫോൺ നോക്കൂ എന്ന് തീരുമാനിക്കുക. എന്നിട്ട് 5 മിനിറ്റ് സമയത്തേക്ക് ടൈമറും സെറ്റ് ചെയ്യുക. ടൈമർ ഓഫാകുമ്പോൾ സ്ക്രോളിംഗും സ്റ്റോപ്പ് ചെയ്യുക. ഇത് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ യൂസേജ് നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്ന് സ്വയം മനസ്സിലാക്കാനും സഹായിക്കും. ആൻഡ് നമ്പർ 7. ഡിജിറ്റൽ ഡീടോക്സ്. ഇടയ്ക്കിടയ്ക്ക് സ്വയം ചലഞ്ച് ചെയ്യുക. ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഈ ആഴ്ച മുഴുവനും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതിരിക്കും. ആൻഡ് ഡൂ സോ. നോട്ടീസ് ഹൗ മച്ച് കാമർ ആൻഡ് മോർ പ്രസൻറ്റ് യു ഫീൽ. ദാറ്റ് ഫീലിംഗ് ക്യാൻ മോട്ടിവേറ്റ് യു ടു കീപ് റെഡ്യൂസിങ് യുവർ യൂസേജ്. ഒരു കാര്യം ഓർക്കുക, ഈ എൻലെസ് സ്ക്രോളിംഗ് ക്വിറ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ എന്താണോ രസം എന്നൊന്നും ചിന്തിക്കേണ്ട. ആക്ച്വലി ഇറ്റ്സ് അബൌട്ട് ഗെയിനിങ് ബാക്ക് യുവർ ലൈഫ്. നിങ്ങൾക്ക് ദിവസവും ഒരുപാട് ഫ്രീ ടൈം കിട്ടും. നിങ്ങൾക്ക് വായിക്കാനും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും റെസ്റ്റ് എടുക്കാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് സമയം ഉണ്ടാവും. നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടും, ഒപ്പം നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും കൂടും. മറ്റുള്ളവരുടെ പോസ്റ്റുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന കമ്പാരിസൺസ് കുറയും, ഒപ്പം ആൻസൈറ്റിയും. സോ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ കുറച്ചുകൂടി ഒരു പ്രസൻസ്, സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതിനൊക്കെ പുറമെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുമായിട്ട്, അതായത് റിയൽ വേൾഡിലുള്ള മനുഷ്യരുമായിട്ട് കണക്റ്റഡ് ആവാൻ സാധിക്കും. ഫൈനലി നമ്മുടെ അറ്റൻഷൻ്റെ കീ നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തും. ഇറ്റ് വോണ്ട് ബി കൺട്രോൾഡ് ബൈ ദ അൽഗോരിതം എനിമോർ. എൻലെസ് സ്ക്രോളിംഗ് ഹാംലെസ് ആയിട്ട് നമുക്ക് തോന്നാം, വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്നൊക്കെ തോന്നാം. പക്ഷേ അങ്ങനെ നമ്മൾ ചിലവഴിക്കുന്ന കുറച്ച് സമയം കവരുന്നത് നമ്മുടെ ദിവസങ്ങളും എനർജിയും സന്തോഷവും ഒക്കെയാണ്. സോ ഞാൻ നിങ്ങൾക്കൊരു ചാലഞ്ച് തരികയാണ്. The next time you feel the urge to scroll without purpose, pause. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഫോൺ എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ സ്വയം ഒന്ന് ചോദിക്കാം, ഇത് ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചൂസ് ചെയ്യുന്നതാണോ അതോ അനാവശ്യമായിട്ട് യൂസ് ചെയ്യാനാണോ? ആസ്ക് യുവർ സെൽഫ്, ആം ഐ ചൂസിങ് ദിസ് ഓർ ഈസ് ദ ആപ്പ് ചൂസിങ് ഫോർ മീ? റിമെമ്പർ, യുവർ ലൈഫ് ഈസ് ടു precious to be wasted one swipe at a time. Take back your time. Take back your focus. Stop scrolling and start living. Thank you so much. Have a great day.